ഹലോ മച്ചന്മാരെ, മെറ്റൽ സ്പാർക്കാണ് നമ്മളുടെ പുതിയൊരു സൈറ്റാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ്, പെരിഞ്ഞനം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഒരു ACPയുടെ കാർ പോർച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെറ്റീരിയൽസ്. അപ്പോൾ ACP ആണ് നമ്മളിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2.5 ട്യൂബാണ് എടുത്തേക്കണത്, പർലിങ്സ് ആയിട്ട് 1.25. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പോർഷനിലാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്കിൻ്റെ ഫുൾ വീഡിയോ ഇല്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പിടിപ്പിക്കാനുള്ള ഹോൾ പ്ലേറ്റൊക്കെ എല്ലാം തുളച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിലെല്ലാം ആംഗ്ലർ കൊടുക്കുകയാണ്. അപ്പോൾ ആംഗ്ലർ അടിച്ചിട്ട് നമ്മൾ അതിന്മേന്നാണ് നമ്മൾ ഡ്രസ്സ് കൊടുക്കാറ്. അവിടെ ഒരു ബീം ഓടിച്ചിട്ട് പിന്നെ അതിന്മേന്നാണ് നമ്മൾ സാധാരണ ഡ്രസ്സ് കൊടുക്കാറ് കേട്ടോ. സ്കോർട്ട് പിന്നെ നമ്മൾ വെക്കാറില്ല, നമ്മൾ ആംഗ്ലറാണ് കൂടുതലും വെക്കാറ്. അപ്പോൾ നമ്മൾ ബീമൊക്കെ ഓടിച്ച് 2 പോസ്റ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോ പോസ്റ്റാണ്, അതേപോലെ ആ സൈഡിൽ 2 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഏകദേശമുള്ളൊരു ഔട്ടർ ഫ്രെയിം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 അടിക്കാണ്ട് നമ്മൾ ഓടിച്ചേക്കണത് ഷീറ്റിൻ്റെ ജോയിൻറ്റ് വന്നത്. ACP ഷീറ്റ് 4 അടിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് വന്ന രീതിക്ക് ആണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. ഒരുത്തനാണെങ്കിൽ റാഡൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടി അവിടെ ഒന്ന് ചാവയാണ്. ബെസ്റ്റാർക്കിൻ്റെ റാഡിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ കവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആദ്യത്തെ ഒരു 10 റാഡ് വരെയൊക്കെ അടിക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ ആ റാഡ് പോയി, പാക്കറ്റ് വെറുതെയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം അടിച്ച് കഴിഞ്ഞ് പർലിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പർലിങ്ങൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേർ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽഡിങ്ങിൻ്റെ ഫ്ലെക്സൊക്കെ എല്ലാവരും ചിപ്പ് ചെയ്ത് കളയാണ്. നമ്മളെപ്പോഴും പെയിൻ്റ് അടിക്കാൻ നേരത്തെ ഇങ്ങനെ വെൽഡിങ്ങിൻ്റെ എല്ലാ ഫ്ലെക്സ് എല്ലാം കൊട്ടി എല്ലാം ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് അടിക്കാറ് നമ്മൾ. പിള്ളേർ ഫ്ലെക്സൊക്കെ എല്ലാം കൊട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടി. ഫ്രെയിം വർക്ക് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആണ്. നമ്മളിങ്ങനെ മെഷും വെച്ച് കൊടുത്തിട്ടുണ്ട് ചെടി വെക്കാൻ വേണ്ടി. ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാർ പോർച്ചകത്ത് നോക്കി കഴിയുമ്പോൾ. ഇത് ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റോളം മനുണ്ട് ഈ കാർ പോർച്ച്. ഒരു 250 സ്ക്വയർ ഫീറ്റോളം ഉണ്ടത്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ. വൈറ്റ് പെയിൻ്റാണ് അടിക്കണത്. അപ്പോൾ നമ്മളുടെ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈറ്റ് അടിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്പ്രേ ഗണ്ണ് വെച്ചാണ് അടിക്കണമെങ്കിൽ നമുക്ക് ഒറ്റ കോട്ടിൽ നല്ല ഫിനിഷായിട്ട് കിട്ടും. ബ്രഷിന് അടിക്കുമ്പോൾ റോളർ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ പണിയാണ്, നമുക്കൊരു 2-3 കോട്ടെങ്കിലും അടിക്കേണ്ടി വരും. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ 2ാമത്തെ കോട്ടൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല തെളിച്ചമായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡ് അടിക്കാനുണ്ട്. ഇനി ഫുൾ വർക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് കാരണം തിരക്കായ കാരണേ ഒരാളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് കോട്ട് അടിച്ച് കഴിയാറായിട്ടാ. 2 കോട്ട് അടിച്ച് കഴിയുമ്പോൾ ഫ്രെയിം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വർക്ക് ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെ ഇങ്ങനത്തെ കാർ പോർച്ചൊക്കെ പണിയാൻ നിൽക്കണമെങ്കിൽ അവർക്കൊക്കെ നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ എവിടെയാണെങ്കിലും നമ്മൾ ചെന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ പെയിൻറ്റിങ് നമ്മളുടെ കഴിഞ്ഞിട്ടാ. അപ്പോൾ എല്ലായിടത്തും ചെറിയ ടച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഷീറ്റിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്തിയൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പാത്തിയിലൊക്കെ സിലിക്കോൺ അടിക്കാൻ കേട്ടോ. നമ്മൾ ഇവിടെ ഫുള്ള് സിലിക്കോൺ അടിക്കും, പാത്തി അതുപോലെ തന്നെ സ്ക്വാർട്ടുവിൻ്റെ മേളിൽ നമ്മൾ ഷീറ്റ് വെക്കണം. ഇങ്ങനെ കേട്ടോ, ഒരു 3 mm നമ്മൾ ഗ്യാപ്പ് ഇടും കേട്ടോ ഷീറ്റ് വെക്കുമ്പോൾ ജോയിൻ്റ്. എന്നിട്ട് അപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ ഗ്യാപ്പിലോട്ട് ഫുള്ള് സിലിക്കോൺ ഇറങ്ങും. അപ്പോൾ ഒരു കാരണവശാലും ലീക്ക് ആവില്ല. നമ്മളങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ പോളികാർബൺ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഫുള്ള് സിലിക്കോൺ അടിച്ചു കൊടുക്കും. നമ്മളുടെ ഷീറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. എല്ലാവരും എപ്പോഴും ചോദിക്കും മേളെങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിലെ വ്യൂ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ക്വയർ ട്യൂബിൻ്റെ സൈഡൊക്കെ മുകളിൽ വെച്ചേക്കണതിൻ്റെ എല്ലാത്തിൻ്റെ സൈഡിലൊക്കെ സിലിക്കോണൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി ഇറങ്ങിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർ പോർച്ചിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പോൾ പാത്തിന്ന് പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പൈപ്പ് മേടിക്കാൻ പോയപ്പോൾ പൈപ്പ് കിട്ടിയില്ല. ആ പൈപ്പ് ഇനി ഇറക്കണം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയൊക്കെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു കാർ പോർച്ചിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മളുടെ വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ കേരള ചെയ്യണതാണ് ഇങ്ങനത്തെ വർക്ക് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, സെറ്റല്ലേ സാധനം? അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.